വേങ്ങാട് തരീഖത്ത് അതിന്റെ കഥ കേൾക്കണമെങ്കിൽ 147 കത്താ എനിക്ക് മുരീദന്മാർ അയച്ചത്. 147 കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ തരീഖത്തിനെതിരെ സംസാരിച്ച വകയിൽ 147 കത്ത്. അതിലൊരു കത്തിന്റെ ഹെഡിങ് വെക്കണമെങ്കിൽ പേരോട് ദജ്ജാൽ സഖാഫിക്ക് ഒരു തുറന്ന കത്ത്. ഒരു കത്തിന്റെ ഹെഡിങ് ആണത്. എന്റെ പേരോടില്ല ദജ്ജാലെ, നീ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഫിത്ന ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കുന്നത് നിനക്ക് നല്ലത്. പക്ഷേ നീ എൻ്റെ വേങ്ങാട് ശൈഖിനെ പറ്റി 838 കാസർഗോഡ് സായാഹ്ന പത്രത്തിൽ കൊടുത്ത ലേഖനവും 14 സിറാജ് പത്രത്തിൽ കൊടുത്ത ലേഖനവും വായിച്ചു. അപ്പോൾ മനസ്സിലായി ദജ്ജാലിന്റെ പണി തുടങ്ങിയെന്ന്. ഒറ്റക്കണ്ടൻ ദജ്ജാൽ എന്ന നിനക്ക് സ്വന്തം കുടുംബത്തെ തിരിച്ചറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ചീത്ത പറയുന്ന കത്താണ് ഇത്. ഒരു മുരീദിന്റെ കത്ത്. വേറൊരു മുരീദിന്റെ കത്താണിത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് തുറന്ന കത്ത്. താങ്കൾ ഈ കാലഘട്ടത്തിൽ ഒറ്റക്കണ്ടൻ ദജ്ജാലിന്റെ പ്രവർത്തനവാനാണ് എന്നിട്ട് വേറൊരു അതിന്റെ കത്ത്. 2 പെണ്ണുങ്ങൾ ഇയാളെ തരീഖത്തിൽ കുടിക്കാൻ 2 പെണ്ണുങ്ങളെ കത്ത്. ഇബിലീസ് എന്ന് പറഞ്ഞു കേട്ടതല്ലാതെ അവനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനെ കാണാനും അവന്റെ ദുഷ്ട സ്വഭാവവും അസൂയം എന്താണെന്ന് അറിയുകയും ചെയ്തു. ആ ഇബിലീസ് ആരാണെന്ന് അറിയേണ്ട, അത് നീ തന്നെയാണ് പേരോടെ. ഈ തരീഖത്തിൽ കുടിക്കാൻ 2 പെണ്ണുങ്ങൾ ജഗത്താണിത്. ഇങ്ങനത്തെ 147 കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ വ്യാജ തരീഖത്തിനെ എതിർത്ത വകയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണിതിന്റെ കഥ? എന്താണിതിന്റെ കഥ? സുബ്ഹാനല്ലാഹ്. ഇപ്പോ മൂപ്പര് വയസ്സായിട്ട് വരുന്നില്ല, മൂപ്പര് ബാംഗ്ലൂർ കുത്തിരിക്കുക. എന്നിട്ടോ ഈ മാഹിയിലുള്ള ഒരു സാധു മനുഷ്യൻ, ഒരു ചുക്കും അറിയാത്തൊരു മനുഷ്യൻ, അയാളെ പിടിച്ച് ഖലീഫയാക്കി. എന്നിട്ട് ആ ഖലീഫന്റെ ഭാര്യയും ഖലീഫന്റെ ആൾക്കാരും മറ്റുള്ള പെണ്ണുങ്ങളും, അതിൽ പൊട്ടു തൊട്ട പെണ്ണുങ്ങളുണ്ട്, തൊടാത്ത പെണ്ണുങ്ങളുണ്ട്, ഒക്കെ ഈ ശൈഖിന്റെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കുക. ഒരു പെണ്ണിന്റെ അടുത്ത് ശൈഖിന്റെ അടുത്ത് വന്നിട്ട് ശൈഖ് തൊള്ളയിൽ കേക്ക് വെച്ച് കൊടുക്കുക. ഏത്? സ്വന്തം ഭാര്യന്റെ അല്ല, മക്കളതല്ല, ആരാം പെണ്ണുങ്ങളെ. എന്നിട്ടോ ഇവിടെ മുഖം ശരിക്കും കാണാത്തോണ്ട് ഇതങ്ങ് എടുത്താളാ തട്ടങ്ങ് എടുത്തു കളഞ്ഞു ശൈഖ്. ഒന്ന് നന്നായിട്ട് കാണാനേ. വയസ്സ് 90 ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വളരെ മോശക്കാരനാണ് ശൈഖുൻ സാനി എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പെണ്ണുങ്ങൾക്കെല്ലാം കേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നു ഇയാൾ തൊള്ളയിൽ. നിങ്ങളൊന്ന് കണ്ടോളി, പൊട്ടു തൊട്ടോ തൊടാത്തോ ഒക്കെ. ഏത്? ഈ വേങ്ങാട് ശൈഖ് എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുന്നില്ല. ക്യാമറ പൊട്ടു തൊട്ടോ
മതി മതി സമയം മതിയാവില്ല മതി. ആ. എന്നിട്ട് ഞാനിത് പത്രക്കാർക്ക് കൊടുത്തപ്പോ ഇവര് വരെ കുടുംബങ്ങളാണ്. എങ്ങനെ ഇയാൾക്ക് പൊട്ടുവട്ട പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടായത്? സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് കത്തില് ഭീഷണിയാണ്, എന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കുമെന്ന് ഭീഷണി. സുബ്ഹാനല്ലാ. അങ്ങനെ തന്നെ മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞത്, നിങ്ങളെ ഭീഷണിക്കും നമ്മൾ മുഴങ്ങൂല, നമ്മൾ നിങ്ങളെ ഭീഷണിക്ക് മുഴങ്ങൂല, നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുകൊണ്ട് കാവലാക്കൂന്ന മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് പുത്തരിയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇന്ന് വരെ അസത്യത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭീഷണി കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് നിർത്തിവെക്കുന്ന വിചാരിച്ചത് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ദീന് ദീനായിട്ട് പറയും. കുറെ തട്ടിപ്പുകാർക്കുള്ളതാണോ ഇസ്ലാം ദീൻ?